318 വർഷം മുൻപ് മരിച്ച ഔറംഗസേബിന്റെ പേരിലാണ് ഇപ്പോൾ നാഗ്പൂരിലെ കലാപം. ആ കലാപത്തിന്റെ കാരണമല്ല നാം ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഡൽഹി സുൽത്താനായിരുന്ന ഔറംഗസേബിന്റെ ശവക്കല്ലറ എങ്ങനെ മഹാരാഷ്ട്രയിൽ വന്നു, അതും നാഗ്പൂരിൽ നിന്ന് പോലും 500 കിലോമീറ്റർ അകലെ? എങ്ങനെ 50 വർഷം മുഗൾ സാമ്രാജ്യം ഭരിച്ച ഔറംഗസേബ് ഒരു പള്ളി ഖബറിടത്തിൽ അനേകർക്കൊപ്പം അവസാനിച്ചു? പൂർവികരൊക്കെ പ്രത്യേക മന്ദിരങ്ങളിൽ അന്ത്യനിദ്ര കൊള്ളുമ്പോൾ ഔറംഗസേബിന് എന്തുകൊണ്ട് ഇങ്ങനെയൊരു വിധി? സത്യം പറയട്ടയിലേക്ക് സ്വാഗതം. ഔറംഗസേബ് മരിച്ചത് 1707 ഫെബ്രുവരി 20-നായിരുന്നു. മരിക്കുമ്പോൾ 90 വയസ്സുണ്ടായിരുന്നു. പ്രത്യേക ശവക്കല്ലറ വേണ്ട എന്നത് ഔറംഗസേബിന്റെ തീരുമാനമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഡൽഹിയിലെ ഏതെങ്കിലും പൊതു ഖബറിടത്തിലല്ലേ ഔറംഗസേബിന് അന്ത്യവിശ്രമം ഒരുങ്ങേണ്ടത്? അതിനു പകരം എങ്ങനെ മഹാരാഷ്ട്രയിലെ ഈ വിദൂര നാട്ടിൽ ഖബർ ഒരുങ്ങി? സമീപകാലത്ത് വിവാദം ഉണ്ടാകുന്നതുവരെ ഔറംഗസേബിന്റെ ഖബറിടത്തിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. സാധാരണ ഖബറിടത്തിൽ അടക്കം ചെയ്യണം എന്നത് ഔറംഗസേബിന്റെ അന്ത്യാഭിലാഷമായിരുന്നു. ഇന്ത്യ എന്ന ഇന്നത്തെ സങ്കല്പത്തിലെ നാട് ഉരുത്തിരിഞ്ഞു വന്നത് ഔറംഗസേബിന്റെ ഭരണകാലത്താണ്. അഫ്ഗാനിസ്ഥാന് അടുത്തുവരെ സ്വന്തം കാൽ കീഴിലാക്കി. മധ്യ ഇന്ത്യയും വടക്കേ ഇന്ത്യയും എല്ലാം പൂർണ്ണമായും കീഴിലായി. അങ്ങനെ ഏറ്റവും പ്രതാപത്തോടെ രാജ്യം ഭരിച്ച ഔറംഗസേബിന് അക്കാലത്ത് തന്നെ അടിതെറ്റുകയും ചെയ്തു. ഔറംഗസേബിന്റെ അവസാന 10 വർഷം പലായനങ്ങളുടേതായിരുന്നു. വടക്കുദേശങ്ങളിലൊക്കെ പുതിയ നാട്ടുരാജാക്കന്മാർ ഉദയം കൊണ്ടു. മുഗൾ രാജ്യത്തോട് കൂറില്ലാത്ത ഭരണ സംവിധാനങ്ങൾ വന്നപ്പോൾ ചെറുക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരുന്നു. 80 വയസ്സ് പിന്നിട്ടതോടെ സ്വന്തം നിലയ്ക്ക് യുദ്ധം നയിക്കാനും കഴിയാതെ വന്നു. അങ്ങനെ ഔറംഗസേബ് പലായനം ആരംഭിച്ചു. ഔറംഗസേബിന് ശത്രുക്കൾ ഉണ്ടായത് പല വഴിക്കാണ്. മനുസ്മൃതി അടിസ്ഥാനമാക്കിയുള്ള പഠനം അവസാനിപ്പിക്കാൻ ഔറംഗസേബ് ഉത്തരവിട്ടു. അക്കാലത്ത് ഇന്ത്യയിൽ വ്യാപകമായി കച്ചവടം നടത്തിയിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകളിൽ ഇത് സംബന്ധിച്ച പരാമർശങ്ങളുണ്ട്. അക്ബറും ഷാജഹാനുമൊക്കെ ഇന്ത്യയുടെ പരമ്പരാഗത പഠന രീതികളെ പിന്തുണച്ചപ്പോൾ ഔറംഗസേബ് തീർത്തും ഭിന്നനായിരുന്നു. സ്വന്തം സഹോദരനെ വധിച്ചും പിതാവ് ഷാജഹാനെ തടവിലാക്കിയുമാണ് ഔറംഗസേബ് 30-ാം വയസ്സിൽ അധികാരമേറുന്നത്. പിന്നീട് പടയോട്ടങ്ങളുടെ കാലവുമായിരുന്നു. ഇത്തരം ചെയ്തികളെല്ലാം വലിയ തോതിൽ ശത്രുക്കളെ ഉണ്ടാക്കി. ഔറംഗസേബിന്റെ അവസാന കാലം ഭക്ഷ്യക്ഷാമത്തിൻ്റെതായിരുന്നു. ഇതോടെ ജനങ്ങളാകെ പ്രതിഷേധത്തിലായി. ആരോഗ്യം കൂടി നശിച്ചതോടെ ഔറംഗസേബ് മഹാരാഷ്ട്രയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ ചില വിശ്വസ്തരുടെ സംരക്ഷണയിലായിരുന്നു അവസാന കാലം. 90-ാം വയസ്സിൽ മരിക്കുന്നതുവരെ മുഗൾ ചക്രവർത്തി എന്ന പദവിയും കൊണ്ടു നടന്നു. ഔറംഗസേബ് മാത്രമല്ല, മകൻ അസം ഷായെയും അടക്കിയത് ഇതേ ഖബർസ്ഥാനിലാണ്. ഹൈദരാബാദിലെ നിസാം അസഫ് ഷായും മകൻ നാസർ ജംഗും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ തന്നെയാണ്. തുറസായ സ്ഥലത്ത് ഔറംഗസേബിന്റെ ഖബറിടം എന്ന് രേഖപ്പെടുത്തിയ ഒരു കല്ലു മാത്രമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഖബറിടത്തിന്റെ മുകൾ ഭാഗം മാർബിൾ പൊതിഞ്ഞത്. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ജോർജ് കഴ്സണാണ് മാർബിൾ പൊതിയാൻ ഉത്തരവിട്ടത്. ഔറംഗസേബ് അവസാന കാലത്ത് മകൻ അസം രാജകുമാരന് എഴുതിയ ഒരു കത്തുണ്ട്. അതിൽ പറയുന്ന വാചകം ശ്രദ്ധേയമാണ്. അമൂല്യമായ ജീവിതമാണ് കിട്ടിയത്, പക്ഷേ അതൊരു കാര്യവുമില്ലാതെ പാഴായിപ്പോയി. മുഗൾ ചക്രവർത്തി എന്ന നിലയിൽ സ്വന്തം ഔന്നത്യം ഔറംഗസേബിന് അറിയാമായിരുന്നു. പക്ഷേ അവസാന കാലം മുഴുവൻ മറാത്ത രാജാക്കന്മാരുമായി ഏറ്റുമുട്ടാനായിരുന്നു വിധി. 90-ാം വയസ്സിൽ പാതി മനസ്സോടെ നടത്തിയ ആ ഏറ്റുമുട്ടലുകൾക്കിടെ തന്നെ അന്ത്യം സംഭവിക്കുകയും ചെയ്തു. നാഗ്പൂരിൽ ഇപ്പോൾ കലാപം തുടങ്ങിയത് RSS ആസ്ഥാനമായ ഹെഡ്ഗേവാർ ഭവനിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലമുള്ള മഹൽ എന്ന സ്ഥലത്താണ്. വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ മഹലിലെ ചിറ്റ്നിസ് പാർക്ക് ചൌക്കിൽ സംഭവ ദിവസം രാവിലെ ഒത്തുകൂടി. ഛത്രപതി സംഭാജി നഗർ ജില്ലയിലെ 1 വർഷം മുൻപ് വരെ ഈ ജില്ലയുടെ പേര് ഔറംഗാബാദ് എന്നായിരുന്നു. ഔറംഗസേബിന്റെ ശവകുടീരം മാറ്റണം എന്നായിരുന്നു ആവശ്യം. പ്രതിഷേധക്കാർ ഖുർആൻ വാചകങ്ങൾ എഴുതിയ പച്ച തുണി കത്തിച്ചതോടെയാണ് കലാപം തുടങ്ങിയത്. ഇതോടെ മണിക്കൂറുകൾ നീണ്ടുനിന്ന ആക്രമണം ആരംഭിച്ചു. ഇരുവിഭാഗത്തും അണിനിരന്നത് പുറമേ നിന്നുള്ളവരായിരുന്നു. ഇതുതന്നെ ആസൂത്രിത നീക്കത്തിന്റെ സൂചന നൽകി. ഔറംഗസേബ് എന്ന ഭരണാധികാരി 50 വർഷമാണ് രാജ്യം ഭരിച്ചത്. ആ 50 വർഷവും യുദ്ധങ്ങളുടെയും ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയും കാലമായിരുന്നു. രാജ്യം വികസിപ്പിക്കാൻ ആദ്യം രാജാവ് തന്നെ നടത്തിയ യുദ്ധങ്ങൾ, പിന്നീട് തിരിച്ചുപിടിക്കാൻ നാട്ടുരാജ്യങ്ങളുടെ പിന്മുറക്കാർ നടത്തിയ യുദ്ധങ്ങൾ,
ഔറംഗസേബ് എന്ന പേര് തന്നെ ഇത്തരം പോരാട്ടങ്ങളുടെ പര്യായമാണ്. എന്നാൽ ഔറംഗസേബിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു രാജ്യത്തും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. മരിച്ച് 300 വർഷങ്ങൾക്ക് ശേഷം ആ പേര് വർഗീയ കലാപങ്ങൾക്ക് കാരണമാവുക എന്നത് പരിഷ്കൃത സമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. നമസ്കാരം.